ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടന്നു. ശബരിമലയിലെ മുൻ ജീവനക്കാരുടെ മൊഴി SIT രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരിലെ ഫ്ളാറ്റിൽ 10 മണിക്കൂർ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി വാങ്ങിയ രേഖകൾ കണ്ടെടുത്തത്. ധനകാര്യ സ്ഥാപനങ്ങളിൽ പോറ്റി നിക്ഷേപം നടത്തിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു. വസ്തുക്കൾ വാങ്ങുന്നതിന് പോറ്റിക്ക് പണം എവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ബംഗളൂരു ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നീടാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നുള്ള പണമാണോ ഇതിനെല്ലാം ചെലവഴിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ ശബരിമലയിൽ ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് സുരക്ഷാ ചുമതലയിലും മരാമത്ത് വകുപ്പിലുമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘം വിവരം തേടി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നവരെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. SP S ശശിധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.